എന്തുകൊണ്ടാണ് ചിലർക്ക് കഴിവുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്തത്? എന്തുകൊണ്ടായിരിക്കാം ചില അവസരങ്ങൾ വന്നാലും അവർ അത് തിരഞ്ഞെടുക്കാതെ പിന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്? ചിലർക്ക് നേതൃത്വം ഏറ്റെടുക്കാനുള്ള ഭയം ഉണ്ടാവും. ചിലർ എപ്പോഴും സ്വന്തം കഴിവിനെ തന്നെ സംശയിച്ചുകൊണ്ടേയിരിക്കും. പുതിയ അവസരങ്ങൾ വരുമ്പോഴും അത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഇതൊരു പക്ഷെ കഴിവിൻ്റെ കുറവായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധവുമായിട്ട് ഇതിനൊരു സാദൃശ്യം ഉണ്ടാവും. അതാണ് അച്ഛനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ സ്വാധീനിച്ച ഒരു മാതാപിതാവുമായിട്ടുള്ളൊരു ബന്ധം. ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ ബാധകമാണെന്നോ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഇതാണ് കാരണമെന്നോ അർത്ഥമില്ല. മനുഷ്യൻ്റെ വ്യക്തിത്വം അനേകം ഘടകങ്ങളുടെ ഒരു സംയോജനമാണ്. എന്നാൽ മാർക്ക് വോളിൻ ഉൾപ്പെടെയുള്ള കുടുംബ ട്രോമ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അച്ഛൻ വെറൊരു വ്യക്തിയല്ല. ഒരു കുഞ്ഞിന് അമ്മ ജീവിതത്തിൻ്റെ ആദ്യ അനുഭവമാണെങ്കിൽ അച്ഛൻ പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് നടക്കാനുള്ള ശക്തിയുടെ ഒരു പ്രതീകമാണ്. അമ്മ ഒരു കുഞ്ഞിന് സുരക്ഷിതത്വത്തിൻ്റെ ഒരു പ്രതീകമാണെങ്കിൽ അച്ഛൻ പലപ്പോഴും ലോകത്തിലേക്കുള്ള ആ കുഞ്ഞിൻ്റെ ആദ്യ പാലമാണെന്ന് പറയാം. അച്ഛനിലൂടെയാണ് കുഞ്ഞ് ചില കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത്, ഈ പുറം ലോകം സുരക്ഷിതമാണോ, ഞാൻ പുറത്തേക്ക് പോകാമോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ. അച്ഛൻ്റെ പിന്തുണ ലഭിക്കുന്ന കുട്ടികൾ പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കും. ഇവിടെ അച്ഛൻ എന്നുദ്ദേശിച്ചത് അച്ഛനോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റേതെങ്കിലും സ്ഥാനത്തോ ഉള്ള ഒരു മാതാപിതാവ്. കുടുംബങ്ങളിൽ ഇവരുടെ പങ്ക് വ്യത്യസ്തമായിരിക്കും. ചില വീടുകളിൽ ഇപ്പോൾ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു സാന്നിധ്യമായിരിക്കും. ചില വീടുകളിൽ അദ്ദേഹം ഒരു കർക്കശക്കാരനായിരിക്കാം. ചിലപ്പോൾ വളരെ തിരക്കുള്ള ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ചില കുടുംബത്തിൽ അച്ഛൻ തന്നെ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മാതാപിതാവ് ഇല്ലാതിരിക്കാം. ഇതെല്ലാം കുട്ടിയുടെ മനസ്സിൽ ചില നിഗമനങ്ങൾ സൃഷ്ടിക്കും. അത് പിന്നീട് ജീവിത വിജയത്തെയും സ്വയം മതിപ്പിനെയും അടക്കം സ്വാധീനിക്കാവുന്ന സാധ്യതകളുണ്ട്. ഒരു കുട്ടി ആദ്യമായിട്ട് തൻ്റെ കഴിവിനെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെ വിശ്വസിക്കുമ്പോഴാണ്. അതായത്, നിനക്ക് കഴിയും, അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയുന്ന വാക്കുകൾ പലപ്പോഴും ഒരു കുഞ്ഞിന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഒരു കുട്ടി സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയല്ലെങ്കിലോ, അതായത്, നിനക്കൊന്നും ശരിയായിട്ട് ചെയ്യാൻ കഴിയില്ല, നീ ഒരിക്കലും വിജയിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകാരം ലഭിക്കാതെ വളരുന്നൊരു സാഹചര്യം. അപ്പോൾ ഉള്ളിലൊരു ശബ്ദം ഇങ്ങനെ രൂപപ്പെടാൻ തുടങ്ങും പതിയെ. അതായത്, എനിക്ക് കഴിയില്ല എന്നുള്ള ശബ്ദം. പിന്നീട് മുതിർന്ന ആളായ ശേഷവും പുതിയ അവസരങ്ങൾ വരുമ്പോൾ ആ ശബ്ദം വീണ്ടും ഉയരാൻ തുടങ്ങും. ചില ആളുകൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവർ പിന്നോട്ട് പോകും. പുതിയ അവസരങ്ങൾ വരുമ്പോൾ അത് ഉപേക്ഷിക്കും. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അപേക്ഷ നൽകാൻ മടിക്കും, അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമമില്ലായ്മ. പുറമെ നോക്കുമ്പോൾ അതൊരു ആത്മവിശ്വാസക്കുറവായിട്ട് തോന്നാം. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ളൊരു പഴയൊരു വിശ്വാസം ഉണ്ടാവാം. അതായത്, ഞാൻ പരാജയപ്പെടും, ഞാൻ മതിയാവില്ല, ഞാൻ തെറ്റ് ചെയ്യും. ഈ വിശ്വാസങ്ങൾ എവിടെ നിന്നാണ് വന്നത്? അത് അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ്. മാർക്ക് വോളിൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന നിരീക്ഷണം, ഒരു വ്യക്തി അച്ഛനെ ശക്തമായി തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കടുത്ത വെറുപ്പോ വിധിയോ ഉള്ളിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ സ്വാധീനം ജീവിതത്തിൻ്റെ വിജയത്തിലും പ്രകടമാവാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി എല്ലാവർക്കും തെളിയിക്കപ്പെട്ട ഒരു നിയമമൊന്നുമല്ല. പക്ഷേ കുടുംബ തെറാപ്പിയിൽ പലപ്പോഴും കാണുന്ന ഒരു പാറ്റേണാണ്. മാതാപിതാക്കളെ പലപ്പോഴും തള്ളിപ്പറയുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ട ചില മാനസിക വിഭവങ്ങളെയും അറിയാതെ തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് വോളിൻ തൻ്റെ പുസ്തകത്തിൽ
കെവിൻ എന്നൊരു വ്യക്തിയുടെ ഒരു കഥ പറയുന്നുണ്ട്. കെവിൻ ഒരു വലിയ ഇൻ്റർനെറ്റ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പുറമെ നോക്കുമ്പോൾ ഒരു വിജയിച്ച ജീവിതം, പക്ഷേ ഉള്ളിൽ മറ്റൊരു പോരാട്ടം നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മദ്യപാനാസക്തി കാലക്രമേണ വർദ്ധിച്ചു വന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു, അതായത് ഞാൻ തകരും, ഞാൻ പരാജയപ്പെടും, ഞാൻ ഇതുവരെ നേടിയതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തും തുടങ്ങിയ വാചകങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടുംബചരിത്രം അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, കെവിൻ്റെ അച്ഛൻ ഒരിക്കൽ വിജയിച്ചൊരു അഭിഭാഷകനായിരുന്നു. പക്ഷേ പിന്നീട് മദ്യപാനാസക്തി കൂടി ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വന്തം കുടുംബം തകർന്നു. അപ്പോൾ കെവിൻ്റെ അമ്മ പലപ്പോഴും പറയുമായിരുന്നു, നിൻ്റെ അച്ഛൻ നമ്മുടെ ജീവിതം നശിപ്പിച്ചു എന്ന്. കെവിൻ അച്ഛനെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു. പിന്നീട് അതേ ജീവിതപാതയിലേക്ക് തന്നെ അറിയാതെ നടക്കാൻ തുടങ്ങി. തെറാപ്പിയിൽ കെവിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ വലിയ വേദന കെവിന് മനസ്സിലായി. അതായത് 12-ാം വയസ്സിൽ തൻ്റെ അനുജൻ അപകടത്തിൽ മരിച്ചതിൻ്റെ കുറ്റബോധം അച്ഛൻ വർഷങ്ങളോളം ചുമന്നിരുന്നു. അച്ഛനെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കണ്ടപ്പോൾ കെവിൻ്റെ ഉള്ളിലും ഒരു മാറ്റം ആരംഭിച്ചു. ഇത് മാജിക് ഒന്നുമല്ല, പക്ഷേ പഴയ ബന്ധത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ വാതിൽ തുറന്നു. ചിലർ പറയും, ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെ പോലെ ആകില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കാര്യങ്ങൾ തന്നെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചേക്കാം. ഇത് എല്ലാ സാഹചര്യത്തിലും സംഭവിക്കണം എന്നില്ല. എന്നാൽ കുടുംബ പാറ്റേണുകളെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി അച്ഛനെ അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത് വ്യക്തമായി പറയേണ്ടത്, അച്ഛനെ അംഗീകരിക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്ത എല്ലാ തെറ്റുകളും ശരിയാണെന്ന് പറയുകയല്ല. അദ്ദേഹം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന യഥാർത്ഥം തന്നെയാണ്, അതൊരിക്കലും നിഷേധിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഒരു മനുഷ്യനായി അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിനുണ്ടായ മുറിവുകളും അദ്ദേഹത്തിൻ്റെ പരിമിതികളും കാണാൻ തുടങ്ങുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാ തെറ്റുകളും അംഗീകരിക്കുക എന്നുള്ളതല്ല. അത് പലപ്പോഴും നമ്മുടെ പല ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുഭവങ്ങളുണ്ടോ എന്നറിയാനായിട്ട് ഒരു പേപ്പർ എടുത്ത ശേഷം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. എൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വിധിക്കുന്ന കാര്യം എന്താണ്? അതിനുശേഷം മറ്റൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാം. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് എന്താണ്? പിന്നീട് ആ ഭയം എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രകടമാകുന്നുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചോദ്യങ്ങൾ പലപ്പോഴും പുതിയ വാതിലുകൾ തുറക്കാൻ സഹായിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ തടസ്സം കഴിവിൻ്റെ കുറവായിരിക്കണം എന്നില്ല. പഴയൊരു ബന്ധത്തിൻ്റെ ഭാരം നമ്മളറിയാതെ വഹിക്കുന്നതാവാം. അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള ബന്ധം പുതിയ രീതിയിൽ കാണാൻ തുടങ്ങുമ്പോൾ ചിലരുടെ ഉള്ളിൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും മുന്നോട്ട് പോകാനുള്ള ധൈര്യവുമൊക്കെ ആരംഭിക്കാം.